പാലക്കാട് ചിറ്റൂരിൽ കാണാതെയായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് സുഹാനെ കാണാതെയായ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി കുളത്തിന്റെ പരിസരത്ത് എത്തിയതിൽ പോലീസ് അന്വേഷണം നടത്തും. ോളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. മറ്റു രണ്ട് സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ഏതായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം. അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വീടിന് സമീപത്ത്, അതായത് വളരെ നടന്ന് പെട്ടെന്ന് എട്ടുന്ന രീതിയിലുള്ള ഒരു കുളമല്ല അത് എന്നുള്ളതാണ് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണ്, എന്തെങ്കിലും ദുരൂഹത സംശയിക്കേണ്ടതുണ്ടോ? അത് തന്നെയാണ്. അതായത് ഒരു റോഡ്, ആ റോഡിന് സമീപത്തായിട്ടൊരു കനാലിൽ നിന്നും കുളത്തിലേക്ക് ഒരു 2 സിമെന്റിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിലൂടെ നടന്ന് കുളത്തിലേക്ക് കുട്ടി എത്തിയതായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ലാതെ നടന്നു പോകുമ്പോൾ കുളത്തിലേക്ക് കാല് തന്നെ വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് അന്വേഷണം ഇതിൽ പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപ് മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് പോലീസ് വൈകിട്ടോടുകൂടെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സുഹാന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഒരു 11 മണിയോടുകൂടിയാണ് ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശിയായ മുഹമ്മദ് അനസിൻ്റെയും അതുപോലെ താഹിറ ദമ്പതികളുടെ 6 വയസ്സുള്ള സുഹാൻ എന്ന കുട്ടിയെ കാണാതാവുന്നത്. 8 വയസ്സുള്ള സഹോദരനോട് പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. സമീപത്തെ കുളങ്ങളിൽ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ പരിശോധന നടത്തി. CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. വീട്ടിൽ നിന്ന് 800 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. കുളത്തിൽ കുളിക്കാൻ എത്തിയവരാണ് മൃതദേഹം രാവിലെ കണ്ടത്. ഈ കുളത്തിൽ കുട്ടി എത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണം വേണമെന്ന് ഉൾപ്പെടെ ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. നിലവിൽ ഏതായാലും കുട്ടി എങ്ങനെയാണ് ഈ കുളത്തിലേക്ക് എത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴേതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഈ 11 മണിക്ക് കുട്ടിയെ കാണാതാവുന്ന സമയം മുതൽ തന്നെ എല്ലാവരും ആ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് ആ പ്രതീക്ഷകളൊക്കെ വിഫലമായി എന്നുള്ളതാണ്. കാരണം ആ കുഞ്ഞിനെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആദ്യം കുട്ടിയെ കാണാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അവരുടെ നേതൃത്വത്തിൽ ഒരു തിരച്ചിലാണ് നടത്തിയത്. ആ തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയാതായതോടുകൂടിയാണ് പിന്നീട് ചിറ്റൂർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആ സമയത്ത് ഡോഗ് സ്ക്വാഡ് പ്രധാനമായിട്ടും ഒരു കുളത്തിന് സമീപത്തായിട്ട്, അതായത് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ലഭിച്ച കുളമല്ല, അതല്ലാതെ മറ്റൊരു കുളത്തിന് സമീപത്തായിരുന്നു ഡോഗ് വന്ന് നിന്നത്. തുടർന്ന് ധാരാളം താമരയൊക്കെ ഉള്ള ഒരു കുളമായിരുന്നു അത്. അവിടെ ആദ്യം പരിശോധന നടത്തി. പിന്നീട് മറ്റൊരു കുളത്തിലും പരിശോധന നടത്തുകയുണ്ടായി. അങ്ങനെ 2 കുളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. 21 മണിക്കൂറോളം നീണ്ടു നിന്ന പരിശോധനയായിരുന്നു പോലീസിന്റെയും അതുപോലെ തന്നെ. വീടിന് അകലെയാണോ ഈ കുളം? ഒരു 800 മീറ്ററോളം, അതായത് കുട്ടിയുടെ വീട്ടിൽ നിന്നൊരു 600 മുതൽ 800 മീറ്ററോളം ദൂരത്താണ് ഈ കുളം ഉള്ളത്. ആ കുളമാണെങ്കിൽ നേരത്തെ പരിശോധന നടത്തിയ കുളങ്ങൾ എന്നുള്ളത് ധാരാളം താമരകളും മറ്റുമൊക്കെ ഉള്ള വലിയ കുളമാണ്. അത് കുട്ടിയുടെ വീട്ടിൽ നിന്നും ഈ പ്രദേശത്തേക്ക് നടന്നു പോയാൽ വഴിയിൽ കാല് തെന്നിയോ മറ്റോ വീഴാൻ സാധ്യതയുള്ള കുളങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് മറ്റേ അഗ്നിശമന സേനയുടെയൊക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പക്ഷേ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ കുളത്തിൽ, ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ലഭിച്ച കുളത്തിൽ ആ കുട്ടി എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. കാരണം കുളം എന്നുള്ളത് കൃത്യമായിട്ടൊരു റോഡ്, ആ റോഡിന് സമീപത്തായിട്ടൊരു കനാല്, ആ കനാലും കടന്ന് തൊട്ടപ്പുറത്തെ ഒരു വരമ്പ്, ആ വരമ്പിനപ്പുറത്തുമായിട്ടാണ് കുളമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ എത്താനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷേ മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ
നേരത്തെ പ്രതികരിച്ചത് ഈ കുട്ടി ആ വഴിയൊക്കെ സാധാരണഗതിയിൽ എപ്പോഴും ആ വഴിയിലൂടെയൊക്കെ നടന്നു പോവാറുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സഹോദരനുമായിട്ട് പിണങ്ങി കുട്ടി ചിലപ്പോൾ ഈ കുളക്കരയിലോ മറ്റോ വന്നിരിക്കുന്നതിന് വേണ്ടി പോയതായിരിക്കാം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ സമയത്ത് കാൽവഴുതിയോ മറ്റോ 6 വയസ്സുകാരന്റെ മരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരാനോവായി മാറുന്നു എന്നുള്ളതാണ്. 20 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആ കുഞ്ഞ് തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നാടും വീടും ഒക്കെ. പക്ഷേ ഒടുവിൽ ജീവനറ്റ നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ്.